തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഒക്കെ CPM വോട്ടുകൾ UDFന് കിട്ടി. തളിപ്പറമ്പ് പയ്യന്നൂർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു സംസ്ഥാന വ്യാപകമായി CPMൻ്റെ അണികൾ ഇത്തവണ UDFന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ 102 സീറ്റ് UDFന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ശതമാനം വോട്ട് LDFൻ്റെ പ്രത്യേകിച്ച് CPMൻ്റെ വോട്ടുകളാണ്. CPM അണികൾക്ക് ശക്തമായിട്ടുള്ള വിരോധം CPM നേതൃത്വത്തോടുണ്ട്. അതിൻ്റെ ഒരു പ്രകടനം കൂടിയായിരുന്നു. ഇപ്പോൾ G. സുധാകരനാണെങ്കിലും താങ്കളാണെങ്കിലും കുഞ്ഞികൃഷ്ണനാണെങ്കിലും നേരത്തെ PV അൻവറൊക്കെ അങ്ങനെ ഇറങ്ങി പോന്നിരുന്നു. ആ ഒരു ഇറങ്ങിപ്പോക്കാണോ ഇതിൻ്റെ ഒരു അടിത്തറ തകർത്ത് കളഞ്ഞു? ശരി അല്ല, ഞങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഉയർത്തിപ്പിടിച്ചത് CPMനകത്ത് സമീപകാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു തെറ്റായ പ്രവണതക്കെതിരായിട്ടാണ്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത ചില പ്രവണതകളാണ് CPMൽ സമീപകാലത്ത് പ്രത്യക്ഷപ്പെട്ടത്. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹൃദയം എന്ന് പറയുന്നത് ആ പാർട്ടിക്കകത്തെ ഉൾപാർട്ടി ജനാധിപത്യമാണ്. ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാതായാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം അതാണ്. ഇവിടെ മാത്രമല്ല, ഈ കേരളത്തിൽ ഉടനീളം LDFന് പ്രത്യേകിച്ച് CPMൻ്റെ തകർച്ചേൻ്റെ അടിസ്ഥാനം CPMൻ്റെ അകത്തെ ജനാധിപത്യം ഇല്ലാതാക്കി ചില വ്യക്തികൾ കേന്ദ്രീകരിച്ച് തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നിലയിലേക്ക് CPM മാറി.